ഹലോ, ഇന്ന് ഞാൻ വീടിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേനും ഇങ്ങനൊരു കാഴ്ച കണ്ടു കേട്ടോ. വേറെ ആരുമല്ല, നമ്മളുടെ ലൈജേച്ചൻ തന്നെയാണ്. നമ്മളുടെ പാടത്ത് കൃഷി കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കളകളൊക്കെ കിളുത്ത് വരുമല്ലോ. അപ്പോൾ അതൊക്കെ അടുത്ത കൃഷിക്ക് അത് പറ്റത്തില്ല. അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ഇവർ മരുന്നടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. കാരണം വെള്ളം കയറ്റുന്നതിന് മുമ്പേ നമ്മളിത് അടിച്ചെങ്കിൽ മാത്രമേ വെള്ളം കയറ്റി കഴിയുമ്പോഴത്തേനും വെള്ള കളകളൊക്കെ ചീഞ്ഞു പോകത്തുള്ളൂ. അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ, എനിക്ക് അത്ര അറിയത്തുള്ളൂ. ഈ ഒരു സംഭവം വിഷമാണെന്നാട്ടോ പറയുന്നത്. ഭയങ്കര ഡേഞ്ചർ പിടിച്ചിട്ടുള്ള സാധനമാണ്. നമ്മുടെ മേത്തൊക്കെ പറ്റുകയാണെങ്കിലും നമ്മളുടെ ശരീരത്തിനകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെ ഇതിനൊരു ലിറ്റർ അളവൊക്കെ ഉണ്ട് കേട്ടോ, ഇത് എടുക്കുന്നതിന് അളവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല. ഈ സംഭവം ഒരു മൂടിയാന്ന് തോന്നുന്നത് അതിനകത്ത് കളന്നിട്ട് അതിന് ഇരട്ടിയായിട്ട് എന്തോ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളുടെ മുറ്റത്തും പറമ്പിലൊക്കെ ആയിട്ട് നിറയെ ഇങ്ങനെ ചെടികളൊക്കെ പിടിച്ചിരിക്കും, വെച്ചാൽ പുല്ലുകൾ പിടിച്ച് നിൽക്കും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴാണ് നമ്മളെല്ലാം അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കരിഞ്ഞു പോയിക്കോളും. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർ കമൻറ്റിൽ പറയണം കേട്ടോ. എനിക്ക് ഇത്ര അറിയത്തുള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന വീഡിയോ കാണുന്നവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ലൈജേച്ചൻ സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് ബാഗ് പോലെയൊക്കെ തൂക്കിയിട്ട് ആളിറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് അടിച്ചു കൊടുക്കുന്നത്. കിളിർത്ത് വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ മരുന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ അത് 2 ദിവസത്തിനുള്ളിലൊക്കെ കരിയുമായിരിക്കും. അങ്ങനെയാണ് ഇതെന്തായാലും കുറച്ച് 2 ദിവസമായി കഴിയുമ്പോഴത്തേനും വെള്ളം കയറ്റും. പാടത്തെ വെള്ളം കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ചീഞ്ഞു നോക്കോളും. അങ്ങനെ കുറച്ച് സമയം നിന്നപ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. എനിക്ക് കണ്ണുപോലും കാണാൻ പറ്റാത്ത വെയിലാണ്. അങ്ങനെ പിന്നെ അകത്തേക്ക് പോന്നു. നാടോടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടേതായ പരിസരത്ത് തന്നെയുള്ള പട്ടിയാണ്, ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കാത്തുണ്ടായിരുന്നു. പിന്നെ അവളുടെ കൊങ്ങൊക്കെ ഞെക്കി പിടിച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. പിന്നെ ഈ ആളെ കണ്ടു. ഈ ആൾ കുറച്ച് ദിവസമായിട്ട് നമ്മളുടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് പറക്കാൻ കഴിയുന്നില്ല, പക്ഷെ എന്നാലും കൊത്തിപ്പറക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് മുഴുവൻ നമ്മൾ മത്തങ്ങ തന്നെ കിളുത്ത് വന്നതാണ്. ഒത്തിരി മത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ തളിച്ച് മൊത്തം കരിച്ച് കളയാണ്. അപ്പോൾ അതിൽ നിന്ന് 2 താഴത്തോട്ട് കിടന്നത് 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ പറിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ടാറ്റാ.